ഗോതമ്പ് പുട്ടിൻ്റെ എന്നല്ല, പുട്ടിൻ്റെ മാവ് നനയ്ക്കുന്നതിനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഗോതമ്പ് പുട്ടിൻ്റെ പൊടി ഇതിനകത്ത് ഞാൻ ഇടുക. ഞങ്ങൾ 3 പേരേ ഉള്ളൂ, അപ്പോൾ അത് കണക്കാക്കിയുള്ള പൊടിയാണ് ഞാൻ അതിനകത്ത് ഇട്ടുന്നത്. അതിനുശേഷം കുറച്ച് ഉപ്പ് പൊടി ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. പൊടി ഇട്ടതിന് ശേഷം ഇതിനകത്തത് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ജാറ് തിരിയുന്ന ഒരു സംഭവമുണ്ട്, അത് വെച്ച് കൊടുത്തു. പിന്നെ ഞാനിവിടെ അടപ്പാക്കി വെക്കാം. അടച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനൊരു സംഭവമുണ്ട്. ഇതിനകത്തത് പിന്നെ ഇട്ടതിന് ശേഷം മിക്സിയുടെ ജാറിൽ സാധാ നമ്മൾ ജ്യൂസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. ആ ഒരു ബട്ടൺ നോക്കിയിട്ട് പൊടിച്ച് നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പും നമുക്ക് പുട്ടിൻ്റെ മാവിൽ എത്ര വെള്ളമാണോ വേണ്ടത്, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിനകത്ത് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പക്ഷേ മെഷർമെൻറ്റ് നോക്കിയൊന്നുമല്ല വെച്ചത്. കാര്യം ഞങ്ങൾക്ക് എത്രയാണോ മാവ് വേണ്ടുന്നത് അതിന് കണക്കൊക്കെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. ജസ്റ്റ് ഞാൻ അതിനെ ഒന്ന് വെള്ളം കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കട്ടിയാവുമല്ലോ. പുട്ടിനുള്ള മാവ് റെഡിയായിട്ടുണ്ട്. അടപ്പ് നല്ലപോലെ മാറ്റിയതിന് ശേഷം ജസ്റ്റ് നമ്മൾ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ അടുത്തില്ലാത്തതുകൊണ്ടാണ് കറങ്ങേണ്ടി വരുന്നത്. അല്ലേ, ഏകദേശം പുട്ടിനുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതിപ്പോൾ ഇത്തിരി ഒരു വെള്ളം കൂടിയിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പൊടിക്കുമ്പോഴത്തേക്ക് ഇത്തിരി മാവും കൂടി ഇട്ടൊന്ന് പൊടിക്കുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ പുട്ടിന് കണക്കാക്കിയുള്ളൊരു ഇത് കറക്റ്റായിട്ടായിട്ടുണ്ട്. ഇനി അറിയാമല്ലോ, നമ്മൾ കുക്കറിൽ വെള്ളം വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ ചിരട്ട പുട്ട് മേക്കറുണ്ട്, അപ്പം അതിനകത്ത് വെച്ചിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. ഈസിയാണ്. ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കുക്കറിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പുട്ട് റെഡി. ഇതാണ് നമ്മുടെ പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്ക് നല്ല രീതിയിൽ മാവ് എടുക്കാം കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കണക്കാക്കിയിട്ടുള്ള ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒരു ശകലം ഒരു ഇത്തിരി എണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ കുറച്ച് നേരം ഒന്ന് നല്ലതുപോലെ പിന്നെ മിക്സി ഓൺ ചെയ്ത് നല്ലതായിട്ട് ചപ്പാത്തിക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു പ്രീതി സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡർ കൊണ്ട് ഇങ്ങനെ കുറേ നല്ല ഉപയോഗങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചോപ്പറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ട ഒരു മിക്സിയാണ്. ജ്യൂസറുണ്ട്. ജ്യൂസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേക സ്ട്രെയിനറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ജ്യൂസറൊന്നും മേടിക്കേണ്ട, പിന്നെ മാവ് കുഴക്കുന്ന സംഭവങ്ങളൊന്നും പ്രത്യേകം മേടിക്കേണ്ട.
മേടിക്കേണ്ട, ചോപ്പർ പ്രത്യേകം മേടിക്കേണ്ട. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്രീതി സോഡിയം മിക്സർ ഗ്രൈൻഡറിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് ഞാൻ മിക്സി മേടിച്ചിട്ട് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി. പക്ഷേ എനിക്കിതിൻ്റെ ഉപയോഗങ്ങളും സംഭവങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ യൂട്യൂബിൽ ഈ ഇടയ്ക്കൊരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇത് എങ്ങനെയാണ് എനിക്ക് ഉപയോഗിക്കുന്നത് എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ അത് പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം നമുക്ക് കിച്ചണിൽ ഉപയോഗപ്രദമായിട്ടുള്ളൊരു മിക്സർ ഗ്രൈൻഡറാണ് പ്രീതി സോഡിയം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പുട്ടിന് പിന്നെ ഞാൻ ഈ മിക്സർ ഗ്രൈൻഡർ നമുക്ക് കൈ കൊണ്ട് നീക്കിയിടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നരുത്. ഞാനിങ്ങനെ കൈ കൊണ്ട് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ സ്പൂണും അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടി ഏറ്റവും എളുപ്പവും എനിക്ക് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള എൻ്റെ കൈ തന്നെയാണ്. കൈ ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ മാവ് നീക്കിയിടുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള പുട്ടിനുള്ള മാവ് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പുട്ടിന് മാവ് കുഴച്ച് അത് അതിനകത്ത് ഉണ്ട കിട്ടുമെന്നും അല്ലെങ്കിൽ കട്ടിയാവുമെന്നും പിന്നെ വെള്ളം കൂടിപ്പോയെന്നും ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വേണം. നമുക്ക് പുട്ടിനുള്ള മാവ് കുഴച്ചിട്ടുണ്ട്. ഇനി കുക്കറിൽ വെച്ച് നമുക്കൊന്ന് ചിരട്ടപ്പുട്ട് മേക്കറാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റത്തെ കാര്യമുള്ളൂ. പുട്ടിന് മാവ് റെഡി.